നമസ്കാരം. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുന്ദരിയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ദാ ഇന്ന് ഉത്രാടായി, നാളെ തിരുവോണം. അപ്പോൾ എവിടെ വരെയായി ഒരുക്കങ്ങളെല്ലാം? ഞാൻ എന്താ തുടങ്ങാൻ പോകുന്നുള്ളൂ. കാരണം മോന് പരീക്ഷയാണ്. അപ്പോൾ അവന്റെ കൂടെ തന്നെ ആയിരുന്നു. ഇനി വേണം സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതിന് മുൻപായിട്ട് ഞാൻ വീഡിയോ കൂടി ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള സാമ്പാറായിട്ടാണ്. ഓണം സ്പെഷ്യൽ ആയിട്ട് മാമ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാർ. നമ്മൾ വറുത്തരച്ച സാമ്പാറില്ല, അത് ഈസി വേർഷൻ. ഇപ്പൊ മാമ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പച്ചക്കറി ഇട്ടിട്ടും സെയിം റെസിപ്പി ഫോളോ ചെയ്യാണ്ട്. അപ്പൊ വറുത്തരച്ച സാമ്പാർ കുറച്ച് ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ സാമ്പാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. ഇതിന്റെ അച്ഛമ്മയുടെ റെസിപ്പിയാണ്. അച്ഛമ്മ ഞാൻ ചെറുതായിരിക്കും ഒരുപാട് തവണ വെച്ച് വന്നിട്ടുള്ള സാമ്പാറാണ്. അതിന്റെ രുചി ഇപ്പോഴും നാവിൽ നിന്ന് പോയില്ല. മാത്രമല്ല ഇപ്പൊ നമ്മൾ എങ്ങനെ തലകുത്തി പറഞ്ഞാലും ആ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അത് പഴയ ഒരു കാലം അല്ലെ. എന്നാൽ പോലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാമ്പാർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് മാമ്പഴ സീസണിൽ. ഇപ്പോൾ നാളെ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓണം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി സ്പെഷ്യലായിട്ട് വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഈ സാമ്പാറായിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല കുറെ പേര് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോന്റെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരി വേണമെന്നുണ്ടെങ്കിൽ വീണാസ് കറിവേൽ മാമ്പഴ പുളിശ്ശേരി എന്ന് സെർച്ച് ചെയ്താൽ മതി. അതായത് ഏത് റെസിപ്പിയാണ് വേണ്ടത് അതിന്റെ പേരിന്റെ കൂട്ടത്തിൽ കൂടെ വീണാസ് കറിവേൽ എന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ റെസിപ്പിയും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഓണം സംബന്ധിച്ചിട്ടുള്ള റെസിപ്പീസ് എല്ലാം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. എല്ലാവരും അടിച്ചു പൊളിക്കുക, നല്ല സദ്യ കഴിക്കുക. അപ്പൊ അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഞാനും ഓണം അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഓണം വ്ലോഗായിട്ട് കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള മാമ്പഴ സാമ്പാർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പം നമുക്ക് മാമ്പഴം വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ മാമ്പഴം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് മാമ്പഴം പ്രിസർവ് ചെയ്ത് വെക്കുന്നതെന്നുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ സിപ്ലോ കവറിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. ഒരു വർഷം വരെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള മാമ്പഴത്തിനെ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ തണവൊക്കെ മാറി നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചന്ദ്രക്കാരൻ മാങ്ങ കേട്ടോ. നമ്മൾ ചപ്പിക്കുടിയ മാങ്ങ എന്നൊക്കെ പറയില്ലേ. ഓരോ മാങ്ങയും ചെറുതായിരിക്കും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഈ എല്ലാ സീസണിലും ഇതുപോലത്തെ മാങ്ങ കിട്ടില്ല, അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ പഴുത്ത മാമ്പഴം വെച്ചിട്ട് നമുക്ക് മാമ്പഴം സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ടേസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. എന്നാൽ പോലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് പാകിസ്ഥാനി മാമ്പഴമാണ്, അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് വരുന്ന മാമ്പഴം കൂടെ കാണുന്നുണ്ട്. അത് വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ മൊത്തത്തിൽ ഇടാൻ പാടില്ല, കഷ്ണങ്ങളായിട്ട്. അപ്പോൾ ഒരു മാമ്പഴത്തിന് ഒരു 6-7 കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ ചെയ്തോളൂ. ഇപ്പം ഞാനിവിടെ ചന്ദ്രക്കാരൻ മാമ്പഴം 10 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 മാമ്പഴം വെച്ചിട്ടാണ് നമ്മളിവിടെ സാമ്പാർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. മഞ്ഞപ്പൊടിയും പച്ചമുളകും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴമാണ്. ഇത് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള മാമ്പഴമാണ്. അപ്പോൾ ഞാനിനി ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ഇപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് ഫ്രഷ് മാമ്പഴമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ 2 പച്ചമുളക് കീറിയിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം വേവിച്ചാൽ മതിയാകും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും കൂടെ ചേർക്കാം. ഓക്കെ. എന്നിട്ട് വേവിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഇങ്ങാഞ്ഞ് വേവിക്കുന്നില്ല, അവസാനം മാത്രം നമ്മൾ സാമ്പാറിലേക്ക് ഇടുന്നുള്ളൂ. നമുക്കിനി സാമ്പാറിൻ്റെ പ്രൊസീജിയറിലോട്ട് കിടക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് തുവരപ്പരിപ്പാണ്. കടലപ്പരിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാവരുടെ കയ്യിലുള്ളത് തുവരപ്പരിപ്പ് ആയതുകൊണ്ട് തുവരപ്പരിപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നന്നായി വാഷ് ചെയ്ത് എടുക്കുക. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കുക്കർ എടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ അളവിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ കുക്കറിലോട്ട് നമുക്ക് ഈ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിവിടെ പരിപ്പ്. ഇതിലോട്ട് നമുക്ക് ഒരു 10ഓളം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അല്ലെങ്കിൽ ഒരു പകുതി സവാള മുറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കായത്തിൻ്റെ പൗഡർ, സാധാരണ രീതിയിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കായ മൊത്തത്തിലുള്ള കട്ടിക്കായാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ പലരും പറയാറുണ്ട് അവിടെ നിന്ന് പുറത്തുനിന്ന് ചിലപ്പോൾ കട്ടിക്കായം കിട്ടാറില്ല. അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കായത്തിൻ്റെ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് 1 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഈ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് ഒരു വിസിൽ കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് നന്നായിട്ട് അരിച്ചു വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. അത് നമ്മൾ ഒരുമിച്ച് പുളിവെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തീരുമാനിക്കണം. അല്ലാണ്ട് ചിലപ്പോൾ മൊത്തത്തിൽ നമ്മൾ പുളിവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാമ്പാറിന് പുളി കൂടും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ലെമൺ സൈസിലുള്ള പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസോളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. വിസിൽ വന്ന കുക്കർ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ഞാൻ ചൂടാറാൻ വേണ്ടി കണ്ടിട്ട് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടായി എടുക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ എന്ന് പറഞ്ഞാൽ ഇത് തേങ്ങ ഇടുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടി ഞാൻ ഒരു കടായിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ഗോൾഡൻ കളർ ആയി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു സൈഡ് കരിയും ഒരു സൈഡ് കരിയില്ല. അപ്പോൾ പിന്നെ ഈവനായിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സാമ്പാർ ചെയ്യുന്ന പോലെ തന്നെ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി എല്ലാം കൂടി ഒന്ന് വഴറ്റി കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയൊക്കെ വഴറ്റി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്തുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ശരിക്കും വറുത്തരച്ച് സാമ്പാറിൻ്റെ അതേ രുചി കിട്ടും നമുക്ക്. മാമ്പഴ സാമ്പാർ ആയതുകൊണ്ട് ഞാൻ മാമ്പഴം മാത്രമേ ഇടുന്നുള്ളൂ, വേറെ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല. അതേസമയം നിങ്ങൾക്ക് കഷ്ണങ്ങൾ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് വെള്ളരിക്കയോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. മാമ്പഴം ചേർക്കുന്നതിനേക്കാൾ മുൻപായിട്ട് കഷ്ണങ്ങൾ ചേർത്ത് വേവിച്ചതിന് ശേഷം ആ മാമ്പഴം കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും. മാമ്പഴം എന്ന് പറയുന്നത് പെട്ടെന്ന് വേവുന്ന ഫ്രൂട്ടല്ലേ, അതിന് സമയമൊന്നും എടുക്കില്ല. നമ്മുടെ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി അതുപോലെ തന്നെ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ മുളക് പൊടി ചേർക്കുന്നത്. നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഹോം മെയ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല, പുറത്തുനിന്ന് വാങ്ങിച്ചാണെങ്കിലും കുഴപ്പമില്ല. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും. അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് മിനിറ്റ് മാത്രം ചേർക്കാൻ പാടില്ല കേട്ടോ. ആ തേങ്ങ ഫ്രൈ ആയി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്തരച്ച് സാമ്പാർ വയ്ക്കുമ്പോൾ സാധാരണ പൊടികൾ ചേർക്കാറില്ല. അപ്പോൾ ഹോളായിട്ടുള്ള മല്ലി മുളകൊക്കെയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് ഈസി മെത്തേഡിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്, പൊടികൾ മാത്രം ചേർത്തിട്ട്. ഓക്കെ, അപ്പോൾ പലർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി അനുവദിക്കുക. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് കൽച്ചട്ടിയിലാണ് കേട്ടോ. കൽച്ചട്ടി ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും പാത്രത്തിൽ, കുഴിയുള്ള പാത്രത്തിൽ വെച്ചാൽ മതി. ഇത് കൽച്ചട്ടി ഞാൻ തൃശ്ശൂരിൽ നിന്ന് SN പുരത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഞാനല്ല ആക്ച്വലി വാങ്ങിച്ചത്, അച്ഛനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കൽച്ചട്ടിയിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പില്ലേ, പരിപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടെ ഈ സമയത്ത് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല, പുളിവെള്ളം മാത്രമാണ് ഒഴിക്കാൻ പോകുന്നത്. ഈ പുളി എന്ന് പറയുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാറുണ്ട് പണ്ട്, എപ്പോഴും സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പഴയതാവുന്നവരും പുളിയുടെ ആ ഒരു കുത്തുരസം കുറയും. ഇത് ഇത്തിരി പുതിയ പുളിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കാം. കാരണം സാമ്പാറിൽ പുളി കൂടി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. എപ്പോഴും കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പുളി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ആവശ്യത്തിന് പുളി ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് കിടന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടില്ലേ, അത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഈ പുളിവെള്ളത്തിൻ്റെ ആ ഒരു കുത്തുണ്ടല്ലോ ഒന്ന് നന്നായിട്ട് പോകണം. അതുകൊണ്ട് ഒരു 10 മിനിറ്റോളം ഈ കൂട്ട് നന്നായി തിളപ്പിക്കുക. അതിന് ശേഷം വേണം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയെക്കൂട്ട് ചേർത്ത് കൊടുക്കാൻ. മാമ്പഴ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ കഷ്ണം ശർക്കര ഇടും കേട്ടോ. ശർക്കര നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ സാധാരണ രീതിയിൽ ഒരു കഷ്ണം ശർക്കര ഇടാറുണ്ട്. ഞാൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നിർബന്ധമൊന്നുമില്ല, ഒരു പ്രത്യേക സ്വാദായിരിക്കും. അല്ലെങ്കിൽ പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ ഒന്നും ഇടാതിരിക്കാം. 5 മിനിറ്റും കൂടെ തിളക്കണേ. ഓക്കെ, അപ്പോൾ പുളിയുടെ ഏകദേശം ആ ഒരു എന്താ പറയുക കുത്തുമണം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ട്. ഞാൻ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ആദ്യം അരച്ചു. പിന്നെ തിക്നെസ് കൂടിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാണ് അരപ്പ്. ശരിക്കും നമ്മൾ വറുത്തരച്ച സാമ്പാറിന് അതേ ടേസ്റ്റ്, പക്ഷെ മാമ്പഴം ആണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ.
കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഈ നമ്മൾ അരപ്പിൻ്റെയും കുറച്ചൊരു പച്ചമണം പോലെ ഉണ്ടാകും, അതൊന്ന് മാറണം. ഒരു 10 മിനിറ്റോളം കിടന്ന് തിളച്ചതിന് ശേഷമാണ് അപ്പം സാമ്പാറിൻ്റെ തിക്നെസ്സും വരുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നിങ്ങൾക്ക് വെള്ളരിക്ക ഇടണമെങ്കിൽ വെള്ളരിക്ക ഇടാം, എന്താണ് താല്പര്യമുള്ള. പക്ഷേ വെണ്ടയ്ക്കയും മുരിങ്ങക്കായൊന്നും ഇടരുത് കേട്ടോ ഈ സാമ്പാറിൻ്റെ കൂടെ. അപ്പോൾ വേറൊരു വാസന വരും, മാമ്പഴത്തിൻ്റെ നല്ലൊരു വാസന പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മുരിങ്ങക്കായ പ്രത്യേകിച്ച് ഇടാൻ പാടില്ല. ചിലർ മുരിങ്ങക്കായ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ. പക്ഷേ ഇതെൻ്റെ അച്ഛമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കഴിച്ചിട്ടുള്ളതാണ്. അച്ഛമ്മയൊക്കെ ആരോഗ്യമുള്ള സമയത്ത് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ അമ്മയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. എൻ്റെ അമ്മ എപ്പോഴും മാമ്പഴപ്പുളിശ്ശേരിനെ ഉണ്ടാക്കാറുള്ളൂ, സാമ്പാർ വളരെ റയറായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഉണ്ടാക്കിയിരുന്നു, അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ശരി നിങ്ങൾക്കൊന്ന് സ്പെഷ്യലായിട്ട് ഓണം സ്പെഷ്യലായിട്ട് നമ്മളെ എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് മാമ്പഴ സാമ്പാറിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഇതിങ്ങനെ തിളച്ച് പിന്നെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സാമ്പാറിൻ്റെ തിക്നെസ് എത്ര വേണം അതിനനുസരിച്ച് ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് തിട്ടപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇരിക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അപ്പോൾ കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 15 മിനിറ്റോളം അത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചേർക്കുന്ന പുളിയുടെ അളവും തീരുമാനിക്കണം. പുളി ഒരുപാട് ഒഴിക്കാൻ പാടില്ല, ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ആ പുളിയുടെ ആ കുത്തുമണം മാറുന്ന വരെ തിളപ്പിക്കണം ആദ്യം. അതിനുശേഷം മാത്രം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുക്കുക, അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കണം. അതിനുശേഷം അതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉലുവ ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടൊരു 3 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സാമ്പാറിലേക്ക് ഒഴിക്കുക. നമുക്കിത് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാണാൻ എന്തൊരു ചന്തല്ലേ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അടിപൊളിയായിട്ടുള്ള സാമ്പാർ, അതായത് മാമ്പഴ സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പഴം അടി പിടിക്കാണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കൽച്ചട്ടിയിലാവുമ്പോൾ പ്രത്യേകിച്ചും. അല്ലെങ്കിൽ സാധാരണ ഏത് പാത്രത്തിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇവിടെ പിള്ളേരെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഭയങ്കര ബഹളം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി പണ്ട് ഈ സമയത്ത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം ഇരിക്കുന്നവരും കുറച്ചും കൂടെ തിക്നെസ് കൂടും ഇതിന്. അപ്പോൾ അത് വേണ്ട പോലെ ചെയ്തോളൂ. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല, എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഫൈനലായിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി, സൂപ്പറായിട്ട് കേട്ടോ. ആ ചെറിയൊരു മധുരവും, മാമ്പഴത്തിൻ്റെ മധുരവും ഉണ്ട്, ശർക്കര ഇട്ടതിൻ്റെ ശർക്കരയുടെ മധുരമുണ്ട്, പാകത്തിന് എന്താ പറയുക തേങ്ങയും അതുപോലെ തന്നെ സാമ്പാർ പൊടി ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള മാമ്പഴ സാമ്പാർ എപ്പോഴെങ്കിലും, ഇപ്പോൾ ഞാൻ നാളെ തന്നെ തയ്യാറാക്കാൻ പറയുന്നില്ല, കാരണം എല്ലാവരിലും മാമ്പഴം അവൈലബിൾ അല്ലാന്ന് എനിക്കറിയാം. അപ്പോൾ ഫ്രഷ് മാമ്പഴമാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ മുറിച്ചിട്ട് കൊടുത്താൽ മതി. അതേപോലെ ഇതുപോലെ കുഞ്ഞു മാമ്പഴമാണെന്നുണ്ടെങ്കിൽ മാത്രം കുക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, ഈ സാമ്പാറൊക്കെ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കട്ടെ. രാത്രിക്ക് പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നാളേക്കാണെങ്കിൽ പിന്നെ ഒട്ടും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മാങ്ങ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചെറിയൊരു അളവിൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വലിയ അളവിൽ ഉണ്ടാക്കാമല്ലോ. പിന്നെ ഇത് മൂടി വെക്കുക, അപ്പോഴായിരിക്കും ഇതിൻ്റെ കാഴ്ച ഒഴിച്ചതിൻ്റെയൊക്കെ ആ ഒരു വാസന ഇതിൽ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആശംസിക്കുന്നു. ഇനി നമുക്ക് ഓണം വ്ളോഗായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.